ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ മാവുങ്കാൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നീലേശ്വരം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് നിന്ന് നമ്മളെ തലപ്പാടി ഭാഗത്തേക്കുള്ള വീഡിയോ ഉണ്ടല്ലോ, അതായത് ആദ്യ റീച്ച് അത് പിന്നെ നമുക്ക് വീഡിയോ കാണുന്നുണ്ട്, ജനങ്ങൾ കാസർഗോട്ടുകാർ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ നീലേശ്വരം ഭാഗം ഈ ഭാഗമൊന്നും വലിയ ആൾക്കാർ അങ്ങനെ കാണുന്നില്ല, കാഴ്ചക്കാറില്ല. അതാണ് ഈ ഭാഗത്തെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാകുന്നത്. എന്നാലും നമ്മളൊരു ഇതിൽ വരുന്നത് കൊണ്ട് ആ കണ്ണൂരിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കാസർഗോഡ് എത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട് കഴിഞ്ഞ് എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് പോകുന്നത്, ഒരു എപ്പിസോഡായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആവശ്യം ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് തീരെ പണി നടക്കുന്നില്ല, കാണുന്നതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഈ ഭാഗത്ത് ആർക്കും അറിയുന്നുണ്ടെങ്കിൽ പറയാം, കമൻറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ എന്നറിയുന്നില്ല. കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ഷോറൂമുണ്ട് മാരുതിൻ്റെ. ആ ഷോറൂം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ ഭാഗത്ത് റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കാരണം തന്നെ നല്ല താഴ്ചയുള്ള ഭാഗം, അപ്പോൾ അതിന് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പുറം അണ്ടർപാസ് അല്ല, ഇവിടെ ഒരു നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. ഹൈറ്റുള്ള പ്രദേശമായിരുന്നിട്ട് ആ ഹൈറ്റിന് ലെവലായിട്ട് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട വർക്കാണ് നടക്കുന്നുള്ളത്. സർവീസ് റോഡിലേക്ക് ഒരു വശത്ത് GSP മെറ്റലൊക്കെ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വശത്ത് കുറഞ്ഞ ഭാഗം ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് കുറച്ചിപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണമാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. അതിനുശേഷം ഈ ഹൈറ്റ് കൂടി കഴിഞ്ഞ ശേഷം ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിലേക്കുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്കുള്ള മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തിയും ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിപ്പം നമ്മുടെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നൊരു ഭാഗം കൂടിയാണ്. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇപ്പം നിലവിൽ റീറ്റെയിൻ വാളിൻ്റെ ഒരു വശത്ത് ഏകദേശം പണി അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് റീറ്റെയിൻ വാൾ നിർമ്മാണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ടാറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതായത് മണ്ണിട്ട് ഉയർത്തി പകുതിയായിട്ടുള്ളൂ, പക്ഷെ ടാറിങ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു റോഡ് നിർമ്മിക്കുന്നുണ്ട്. ഇപ്പം ഈ ഭാഗത്ത് കുറച്ച് ലാഗ് തന്നെ, അതായത് കാഞ്ഞങ്ങാട് ഭാഗത്ത്, അതായത് മാവുങ്കാലിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് പ്രവൃത്തികൾ ലാഗായിട്ട് തന്നെ പോകുന്നുള്ളത്. അപ്പോൾ നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ എതിർവശത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്.
ജില്ലാ ഹോസ്പിറ്റലിൻ്റെ എതിർവശത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം വലിയ സ്പീഡില്ലെങ്കിലും വർക്ക് നോർമലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്തോ മണ്ണിൻ്റെ ലഭ്യത കുറവുണ്ട്, മനസ്സിലായോ? ഇവർക്ക് മണ്ണ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട് മേഘ കമ്പനിക്ക്. ഇപ്പോൾ നമ്മുടെ വട്ടത്തൂർ ഭാഗത്ത് ഒരു വലിയൊരു കുന്ന്, അതിനെ ഇടിച്ച് നിരത്തിയിട്ട് ഫുള്ള് മണ്ണ് എടുത്തിട്ട് മലനെ ഫുള്ള് ഇതാക്കിയിട്ട് തീർക്കുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ ഈ ഭാഗത്ത് കണ്ട നിങ്ങൾക്ക് ഉണ്ടായി എത്ര ആയിരം ഈ ഭാഗത്തെല്ലാം ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ട്. ചെമ്മട്ടമ്പയൽ ഭാഗത്തുണ്ടല്ലോ, കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് ഈ അണ്ടർപാസ് വന്നത്. അതുകൊണ്ട് ഈ ഹൈറ്റ് ലെവൽ ചെയ്യാനും പിന്നെ ഇതിവിടെ ഒരു ഭയങ്കര താഴ്ചയുള്ള ഭാഗമാണ്. ഈ താഴ്ചയുള്ള ഭാഗത്തിനും ലെവൽ ചെയ്തിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് മണ്ണ് നല്ലോണം വേണ്ടിവരുന്നു. നല്ലോണം അത്രയും ലോങ് അപ്രോച്ച് റോഡാണ് ഇതിലേക്ക് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം മണ്ണ് ആവശ്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എല്ലാം വർക്ക് ഇപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് നടന്നുകൊണ്ട് വരുന്നുണ്ട്. വലിയ ഹൈ സ്പീഡ് അല്ലെങ്കിലും നോർമലായിട്ട് നടക്കുന്നുണ്ട്, കാണാൻ സാധിക്കും. പിന്നെ ഇതിവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഫൗണ്ടേഷൻ സ്കൂളിൻ്റെ എതിർവശത്ത് ഒരു ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ വൈറ്റ് കളറിൽ പില്ലർ കാണാൻ സാധിക്കും. അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. സ്കൂളിൻ്റെ പരിസരത്താണ് ആ ഫുട് ഓവർ ബ്രിഡ്ജ് വിടുന്നത്. പിന്നെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞല്ലോ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ എതിർവശത്ത് വരുന്നുണ്ട്. അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ അടുത്തടുത്തായിട്ട് തന്നെ രണ്ട് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം മാവുങ്കാൽ വരെ എത്താറായിട്ടുണ്ട്. മാവുങ്കാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നത്. അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് ഈ അപ്രോച്ച് റോഡ്, അതായത് മാവുങ്കാൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലതുഭാഗത്ത് GSP മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർവീസ് റോഡിലേക്ക്. അങ്ങനെ ഇടതുഭാഗത്തും അതേ വർക്ക് നടക്കാൻ പോകുന്നുണ്ട്. അവിടെ ഏകദേശം റീറ്റൻ വാളിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.